ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രത്യാശകരമായ അനുഗ്രഹീതമായ ഒരു വാക്യമാണ്, വചനമാണ്. ഇപ്പോൾ ഈ യേശുവിനെ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ ഞാൻ കടമൊഴിയായി കാണുന്നു, എന്നാൽ അപ്പോഴോ ഞാൻ അവനെ മുഖാമുഖമായി കാണും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. നമ്മൾ വചനത്തിലൂടെ വായിച്ച, നമ്മൾ ദൈവവചനത്തിലൂടെ കണ്ട വചനമാകുന്ന ക്രിസ്തുവിനെ ഒരു ദിവസം ഞാനും നിങ്ങളും മുഖാമുഖമായി കാണുമെന്നുള്ളത് ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന, ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാലത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ മരണം അവൻ്റെ പരാജയമല്ല, അവൻ്റെ തകർച്ചയല്ല, അവൻ്റെ പ്രത്യാശയാണ്, അവൻ്റെ ലാഭമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന് കേൾക്കപ്പെടുന്നത് ഭയത്തോടെ, ആശങ്കയോടെ കേൾക്കുന്ന ഒരു വാർത്തയല്ല, പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പിൻ്റെ അനന്തരഫലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അന്നാളിൽ എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ച് മാറ്റപ്പെടും. ഒരിക്കൽ ഈ ഭൂമിയിൽ ദൈവകുഞ്ഞാടായി കടന്നു വന്നവനായ കർത്താവായ യേശു ക്രിസ്തു യഹൂദാ ഗോത്രത്തിലെ സിംഹമായി അവൻ വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുന്നു. ഒരിക്കൽ പാപം പരിഹരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന പാപികളുടെ രക്ഷകനായ ക്രിസ്തു ഇനി മടങ്ങി വരുന്നത് പാപം പരിഹരിക്കുവാനല്ല, പാപം പരിഹരിക്കപ്പെട്ട തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് അവൻ ന്യായം വിധിപ്പാനായി വേഗത്തിൽ മടങ്ങി വരുന്നു. മുൾക്കിരീടധാരിയായി ഭൂമിയിൽ കാൽവറി ക്രൂശിൽ യാഗമായ കർത്താവായ യേശു ക്രിസ്തു പൊൻകിരീടധാരിയായി മടങ്ങി വരുന്ന കാഴ്ച ഞാനും നിങ്ങൾ കാണാൻ പോവുകയാണ്. ഒരിക്കൽ ദാസനായി ഈ ഭൂമിയിലേക്ക് വന്ന് തന്നെ താൻ താഴ്ത്തിയ പുത്രനായ ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുവാൻ പോകുന്നു. ഒരിക്കൽ കോലിനാൽ അടിക്കപ്പെട്ട് ഈ ഭൂമിയിൽ മനുഷ്യന്റെ കോലിനാൽ അടിക്കപ്പെട്ട കർത്താവ് ഇരുമ്പ് കോൽ കൊണ്ട് ഈ ഭൂമിയെ വിധിപ്പാൻ, ന്യായം വിധിപ്പാൻ മടങ്ങി വരുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ. സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമേറി വന്ന യേശു കർത്താവ് ഓശാന ദിനത്തിൽ ജനമെല്ലാം ചേർന്ന് അവന് ഓശാന പാടിയ കഴുതമേൽ വാഹനമേറിയ കർത്താവ് രാജാതിരാജാവും കർത്താതി കർത്താവുമായി വെള്ളക്കുതിരമേൽ കടന്നു വരുന്ന കാഴ്ച അവൻ്റെ മടങ്ങി വരവിങ്കിൽ ഞാനും നിങ്ങൾ കാണാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ.